ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് എക്സാം എല്ലാം കഴിഞ്ഞ് +1 അഡ്മിഷന് വേണ്ടി കുട്ടികൾ ഏകജാലകം പോർട്ടൽ വഴി അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ കൂടുതൽ കുട്ടികളും അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അക്ഷയ സെൻറ്റർ മുഖാന്തരമാണ്. നമുക്ക് അക്ഷയ സെൻറ്ററിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഹയർ സെക്കൻഡറി ഏകജാലകം മലപ്പുറം ജില്ലയിലെ അക്ഷയ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു സാമ്പിളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നിന്നുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അവിടെ ഉള്ള സ്കൂളുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ ഇങ്ങനെ ഒരു ഫോമാണ് നമുക്ക് അതിലുണ്ടായിരിക്കുക. ഇതിൽ ഈ ഫോമിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡേറ്റ്, അതുപോലെ നമ്മുടെ ഡേറ്റ് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതുപോലെ നമ്മൾ HSC ആണ് ഇവിടെ കൊടുക്കുന്നത്. ഡീറ്റെയിൽ ഹയർ സെക്കൻഡറി ആണ് നമ്മൾ കൊടുക്കുന്നത്. +1 ഇപ്പോൾ HSC എന്ന് ഫില്ല് ചെയ്യുക. പിന്നെ വിദ്യാർത്ഥിയുടെ പേര് ഇംഗ്ലീഷിൽ വേണം അത് നമ്മൾ ഫില്ല് ചെയ്യാൻ. ക്യാപിറ്റൽ ലെറ്റർ വേണം നമ്മളത് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ ജനന തീയതി നമ്മൾ കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ SLC രജിസ്റ്റർ നമ്പർ, നമ്മളിപ്പോൾ SLC എക്സാം എഴുതിയല്ലോ, അപ്പോൾ ഉള്ള രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതുപോലെ നമ്മളിപ്പോൾ പാസ്സായ വർഷം, ഇപ്പോൾ 2026 ആണ്, ഏതാണ് മാസം, റിസൾട്ട് വന്ന മാസവും അതുപോലെ വർഷവും അവിടെ എഴുതുക. അതുപോലെ നമ്മൾ അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ പേരും കോഡും, എന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിച്ചത് ആ സ്കൂളിൻ്റെ പേര് അവിടെ എഴുതുക. കോഡ് നമ്മൾ പറയും, ആ രീതിയിൽ കോഡ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് പറയാം. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു, അവിടെ സ്കൂളിൻ്റെ പേരും കോഡും അവിടെ ഫില്ല് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മതം, അതുപോലെ ജാതി, എന്ന് വെച്ചാൽ നമ്മുടെ റിലീജിയൻ, കാസ്റ്റ് ഒക്കെ നമ്മുടെ OBC-യിലും ഇതിലൊക്കെ നമ്മുടെ ആധാർ കാർഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അതവിടെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം, മാപ്പിള എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതാണോ ഉള്ളത് അത് അവിടെ ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ കാറ്റഗറി OBC ആണെങ്കിൽ OBC-യിൽ നമ്മൾ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജനറൽ ആണെങ്കിൽ ജനറൽ, SC ആണെങ്കിൽ SC, OEC ആണെങ്കിൽ ഏതാണോ കാറ്റഗറി അതിൽ ടിക്ക് ചെയ്യുക. ഇനി ഇതിലില്ലാത്ത ഏതെങ്കിലും ആണെങ്കിൽ അവിടെ എഴുതി ഫില്ല് ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര് കൃത്യമായിട്ട് നമ്മളവിടെ അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ നമ്മുടെ മേൽവിലാസം, പിതാവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽവിലാസം കൃത്യമായിട്ട് എഴുതുക. പിൻകോഡ് കൃത്യമായിട്ട് എഴുതുക. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ രണ്ട് ഫോൺ നമ്പറുകൾ നമ്മളിവിടെ കൊടുക്കണം. അവിടെ കൊടുക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകമിങ് കോളൊക്കെ വരുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു ഫോൺ നമ്പർ വേണം നമ്മളവിടെ കൊടുക്കാൻ. അത് ശ്രദ്ധിക്കണം. ആ ഫോൺ നമ്പർ നമ്മളവിടെ ഫില്ല് ചെയ്യുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വല്ല സ്പോർട്സ് കോട്ടയിലൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ സ്പോർട്സ് കോട്ട എന്നുള്ളത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് എങ്കിൽ അവിടെ X കൊടുക്കുക. അതിന് നമുക്ക് കൂടുതൽ റിസർവേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ NCC-യിലോ അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് അല്ലെങ്കിൽ കൈറ്റ്, അതുപോലെ NCC, അതുപോലെ ഉള്ള ഇതിലൊക്കെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ, SPC-യിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇവിടെ ടിക്ക് ചെയ്യുക. അതുപോലെ ഏതൊക്കെ എക്സാമുകളാണ്, ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ നമ്മൾ NSS, NMSS, അതുപോലെ USS, LSS, അതുപോലെ NTSC പോലുള്ള എക്സാമുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മളവിടെ ടിക്ക് ചെയ്ത് വെക്കണം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ സ്പോർട്സ് മേഖലയിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, സ്പോർട്സിൽ എന്തെങ്കിലും ജില്ലാ തലത്തിൽ നമ്മൾ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് ഇനം, അതുപോലെ ഏത് ലെവലിലാണ് നമ്മൾ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യുക. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ വെറുതെ ഫില്ല് ചെയ്ത് വെക്കുകയല്ല, കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമേ അത് കൊടുക്കാവൂ. നമ്മൾ ഇപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ
സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അതിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള റിസ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് പോകരുത്. ഉള്ളവർ മാത്രം അത് കൊടുത്താൽ മതി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ കലോത്സവത്തിൽ അത്തരത്തിലുള്ള വല്ല ഇതിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളവിടെ ഫില്ല് ചെയ്യാനുള്ള കോളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വ്യത്യസ്ത ക്ലബ്ബുകളുടെ റെഡ് ക്രോസ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ ഒട്ടുമിക്ക ക്ലബ്ബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ക്ലബ്ബുകളുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ സയൻസ് ഫെയർ, അതുപോലെ സോഷ്യൽ സയൻസ് ഫെയർ, സ്റ്റേറ്റ് മാത്സ് ഫെയർ, അതുപോലെയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ഏതാണോ ഗ്രേഡ് എന്നുള്ളത് അവിടെ ടിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ. ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ സ്കൂളിൻ്റെ ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന കുറേ കാര്യങ്ങൾ. സ്കൂളിൻ്റെ കോഡ്, സബ്ജക്റ്റ് കോഡ് എന്നിവ നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു 50ഓളം സ്കൂളും സബ്ജക്റ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓരോ സ്കൂളിനും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നിലമ്പൂർ, മലപ്പുറം ജില്ല ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. നിലമ്പൂരിലെ ഫസ്റ്റ് സ്കൂള് ഇവിടെ നോക്കുക. ഫസ്റ്റ് സ്കൂൾ നമുക്ക് ഇവിടെ നോക്കിയാൽ KM ഹയർ സെക്കൻഡറി സ്കൂൾ കരുളായി. അതിൻ്റെ സ്കൂൾ കോഡാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. 11-218 എന്ന് പറയുന്ന സ്കൂൾ കോഡാണ് അവിടെ നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ആ സ്കൂൾ കോഡ് നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ സ്കൂൾ കോഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഉള്ളത് നമ്മുടെ സബ്ജക്റ്റ് കോഡാണ് അല്ലേ. സബ്ജക്റ്റ് കോഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഞാനത് തൊട്ട് താഴെ നമുക്കത് പറയാനുണ്ട്. ഇനി ഇവിടെ കൊടുത്തുള്ള എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക. കോഴ്സ് കോഡാണ് ഇവിടെ കൊടുത്തുള്ളത് 1-11-39 എന്ന് പറയുന്നത്. അതുപോലെ ജെൻഡർ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിരിക്കാം. ചില സ്കൂളുകൾ ഗേൾസ് ഓൺലി, ബോയ്സ് ഓൺലി ഒക്കെ ഉണ്ടായിരിക്കാം. അതാണ് ഇവിടെ മിക്സഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം. ഇവിടെ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് ഓൺലി ആയിരിക്കും, അവിടെ ബോയ്സ് കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. അതിൻ്റെ നമ്പറുകളും നമുക്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അപ്പോൾ സ്കൂൾ കോഡ് മനസ്സിലായല്ലോ. ഏതാണോ നമുക്ക് വേണ്ട സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂൾ ഏതാണോ അതാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ സ്കൂൾ കോഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ ഏതാണ് സ്കൂളുകൾ വേണ്ടത്, നമുക്ക് എത്രത്തോളം സ്കൂളുകൾ അവിടെ കൊടുക്കണോ അത്രത്തോളം സ്കൂൾ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സബ്ജക്റ്റ് കോഡ്. സബ്ജക്റ്റ് കോഡ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സയൻസ് വിഷയത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് കാണാം. ഇനി ചില സ്കൂളുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആയിരിക്കും. ഇനി ചില സ്കൂളുകളിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ കോഡുകളാണ് 1 എന്നുള്ള കോഡാണ് ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ് ഉണ്ടായിരിക്കുക. ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലാസ്റ്റുള്ള സ്കൂള് നോക്കിയേ, ഈ ലാസ്റ്റുള്ള സ്കൂള് നോക്കുക. ഇതിൽ 1 എന്നുള്ളതുണ്ട്. എന്താണ് ഈ 1 എന്ന് പറഞ്ഞാൽ? 1 എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെയുള്ളത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണുള്ളത്. അപ്പോൾ നമ്മളവിടെ കോഴ്സ് നമുക്ക് ഇതാണ് വേണ്ടതെങ്കിൽ അവിടെ 1 ഉള്ളൂ. അപ്പോൾ 1 കൊടുക്കാം. അങ്ങനെയാണ് ഉള്ളത് എടാ. ഇനി അതുപോലെ ഓരോ കോഡുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 36 കൊടുത്തിട്ടുണ്ട്. 36 എന്ന് പറഞ്ഞാൽ എന്താണ്? 36 എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണുള്ളത്? അവിടെ ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് സബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ. ആ സബ്ജക്റ്റ് കോഡും നമ്മളവിടെ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിവിടെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അറിയുന്നത് എന്താണ്? സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ് ഉണ്ട് എന്നാണ്. പക്ഷേ അതിൽ തന്നെ വ്യത്യസ്ത കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളെ താല്പര്യം ഏതാണോ ആ താല്പര്യത്തിനനുസരിച്ച് ഏത് പേപ്പറുകളൊക്കെയാണ് നമുക്ക് വേണ്ടത് ആ പേപ്പറുകളുള്ള സ്കൂളുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ചാടി എടുക്കേണ്ട ഒരു തീരുമാനമല്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിലായിരിക്കരുത് നിങ്ങളുടെ ഈ സബ്ജക്റ്റ് സെലക്ഷനും. ഏതാണോ സ്ട്രീം സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ പേപ്പർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാർക്കിൻ്റെ ബേസിലാവരുത്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നല്ല മാർക്കുള്ള ആളുകൾ സയൻസ് എടുക്കുന്നു, കുറച്ച് കുറവുള്ള ആളുകൾ കൊമേഴ്സ്, തീരെ കുറവുള്ള ആളുകൾ ഹ്യൂമാനിറ്റീസ്. അങ്ങനെ ആവരുത് ഒരിക്കലും. നമുക്ക് ഏതാണോ താല്പര്യം, നമുക്ക് പോവേണ്ട ഫീൽഡ്, നമുക്ക് ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെ പാഷൻ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ആ പാഷനിലേക്ക് എത്തിപ്പെടാനുള്ള ജോബ് ഏതാണോ അതിന് വേണ്ട
കോഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ സിവിൽ സർവീസാണ് താല്പര്യം എന്ന് വിചാരിക്കുക, ആ കുട്ടി എന്ത് ചെയ്താൽ മതി, ഒരു ഹ്യൂമാനിറ്റീസ് എടുത്താലും ആ കുട്ടിക്ക് നല്ലതാണ്. അതുപോലെ ഒരു കുട്ടി ഇപ്പോൾ ഡോക്ടറാണ് താല്പര്യമെങ്കിൽ ആ കുട്ടി എന്തായിരിക്കണം, ബയോസയൻസ് തന്നെ എടുത്തിരിക്കണം. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ട താല്പര്യം ഏതാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതെടുക്കാൻ, നമ്മുടെ സ്ട്രീം സെലക്ട് ചെയ്യാനും അതിനുള്ള പേപ്പർ സെലക്ട് ചെയ്യാനും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ലാംഗ്വേജിൻ്റെ കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാംഗ്വേജിൻ്റെ കോഡുകൾ നോക്കുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ മലയാളമാണ്, 2 എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്, 3 എന്ന് പറഞ്ഞാൽ അറബിക്കാണ്, 4 സാൻസ്ക്രിറ്റ്, കാനഡ, 6 എന്ന് പറഞ്ഞാൽ ഉറുദു ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കോഡുകൾ കൂടെ അവിടെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ആ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ആ കോളം ഉണ്ടല്ലോ, ഈ കോളം കണ്ട സെക്കൻഡ് ലാംഗ്വേജ് എന്ന കോളത്തിൽ 1, 3 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ മലയാളമാണ്, 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അറബിക്കാണ്. അപ്പോൾ 1ഉം 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം അറബിക്കും അവിടെ ഉണ്ട്. അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം കോഴ്സുകളും ഏതാണോ സ്ട്രീം വേണ്ടത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ ഏത് പേപ്പറുകളൊക്കെയാണ് ഉള്ളത് ഓരോ സ്കൂളുകളിലുള്ളത് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തി നമുക്ക് വേണ്ട സ്ട്രീം ഏതാണോ, നമുക്ക് വേണ്ട പേപ്പറുകൾ ഏതാണോ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാനും അത് കൊടുക്കാനും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഒരറിവും ചെറുതല്ല, പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം.